നെറുങ്കൈതക്കോട്ട മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന നവീകരണ കലശത്തിനും താലപ്പൊലി ഉത്സവത്തിനും വേണ്ടിയുള്ള അതിവിപുലമായ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യജ്ഞപരമ്പരയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നെറുങ്കൈതക്കോട്ട അയ്യപ്പ ക്ഷേത്രത്തിൽ ദ്രവ്യകലശം 15-ന് ആരംഭിക്കും. 4 മണിക്ക് ആചാര്യവരണത്തോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ 17-ന് രാവിലെ കലശാഭിഷേകത്തോടെ സമാപിക്കും. ദ്രവ്യകലശത്തിന്റെ ഭാഗമായി അയ്യപ്പ ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠയെ പൂർവ്വസ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടുള്ള പുനഃപ്രതിഷ്ഠാകർമ്മവും നടക്കും. തന്ത്രി തോട്ടുവംതേടത്ത നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ 3 ദിവസങ്ങളിലായി അയ്യപ്പ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകൾ പൂർത്തിയായ ശേഷം 17-ന് വൈകിട്ട് മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന്റെ ചടങ്ങുകൾ ആചാര്യവരണത്തോടെ ആരംഭിക്കും. സമാപന ദിവസമായ 22-ന് രാവിലെ പുതിയ ആരാധനാപീഠത്തിൽ മേക്കോട്ടയിൽ ഭഗവതിയുടെ പുനഃപ്രതിഷ്ഠ നടക്കും. അതേ മുഹൂർത്തത്തിൽ തന്നെ പുതിയ സ്ഥാനത്ത് നിർമ്മിച്ച ശ്രീകോവിലിൽ ഗണപതിയുടെ പുനഃപ്രതിഷ്ഠയും നടക്കും. കലശത്തിന്റെ മംഗളപൂർത്തീകരണം വിളിച്ചറിയിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ഗംഭീര പഞ്ചവാദ്യം, വൈകിട്ട് ഗുരുതിക്ക് ശേഷം കരിമരുന്ന് പ്രയോഗം എന്നിവ നടക്കും. സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യും. മുഖ്യ അതിഥിയായി ബ്രഹ്മശ്രീ ആഴ്വാഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ ചടങ്ങിൽ ഭദ്രദീപം തെളിയിക്കും. മാർച്ച് 23-ന് പുലർച്ചെ താലപ്പൊലിയുടെ അനുഷ്ഠാന ചടങ്ങുകൾ ആരംഭിക്കും. ഉഷപൂജയ്ക്ക് ശേഷം ദർശനവും വഴിപാടുകളും ആരംഭിക്കും. 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ മുഖ്യ അതിഥിയാകും. ഗജാരൂഢയായി എത്തുന്ന ഭഗവതിയെ 100 കണക്കിന് നാരീജനങ്ങൾ താലപ്പൊലി പറമ്പിൽ വരവേൽക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 15 മുതൽ നെറുങ്കൈതക്കോട്ട അയ്യപ്പ ക്ഷേത്രത്തിൽ ദ്രവ്യകലശം, 15 മുതൽ 17 വരെ, അങ്ങനെ 3 ദിവസത്തെ ദ്രവ്യകലശം. 17-ാം തീയതി ദ്രവ്യകലശം ഉച്ചയോടുകൂടി സമാപിക്കും. അത് കഴിഞ്ഞ ഉടനെ ആഘോഷങ്ങൾ നേരെ മേക്കോട്ടയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ 17-ാം തീയതി ആചാര്യവരണത്തോടുകൂടി വൈകിട്ട് നവീകരണ കലശത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. അത് കഴിഞ്ഞ് പിന്നെയുള്ള 6 ദിവസം കഴിഞ്ഞ് 22-ാം തീയതിയാണ് ഈ ചടങ്ങുകളുടെ മുഴുവൻ സമാപ്തി എന്ന രീതിയിൽ. നവീകരണ കലശം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രാഭിവൃദ്ധി അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ചൈതന്യ കൂട്ടുന്നതിനുള്ള ചടങ്ങുകളിൽ വെച്ച് ഏറ്റവും വിപുലമായിട്ടുള്ളതാണ് നവീകരണ കലശം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ സംഗമേഷ് വർമ്മ R, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ ഹൃഷികേഷ് കുമാർ പുളിയശ്ശേരി, കൺവീനർ കൃഷ്ണകുമാർ വെട്ടിയാട്ടിൽ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് O രാധാകൃഷ്ണൻ, സെക്രട്ടറി AP ഉണ്ണികൃഷ്ണൻ, രാമചന്ദ്രൻ മാരാത്തയിൽ, പ്രഭകുമാർ ആരേഴി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, കോഴിക്കോട്.